സൗദി അറേബ്യയിൽ ജോലിക്ക് വന്നിട്ടുള്ള ഇന്ത്യക്കാരൻ മരണപ്പെട്ടാൽ 4000 റിയാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടാവില്ല. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ നിന്നാണ് ഇത്തരം വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ അതിനുശേഷം വന്നിട്ടില്ല. ഒരു മനുഷ്യൻ അല്ലെ ഇന്ത്യക്കാരൻ മരണപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ട് എന്ന രീതിയിൽ 4000 ദിർഹംസ് UAE കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഞാൻ ഈ വിഷയം ജീവകാരുണ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമ്യ പ്രവർത്തകനായിട്ടുള്ള സിദ്ദീഖ് തൂറുമായിട്ട് കോൺടാക്ട് ചെയ്ത്, അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ സഹായം എന്ന രീതിയിൽ 4000 റിയാൽ UAE പോലെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മറുപടി വന്നിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള രേഖ അല്ലെങ്കിൽ നമുക്ക് ജോലിയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി മയ്യത്ത് കയറ്റി അയക്കലും എംബാം ചെയ്യലും എല്ലാം അദ്ദേഹത്തിന്റെ കഫീലായിരിക്കും, സ്പോൺസറായിരിക്കും, കമ്പനി ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല എംബസി ഇടപെടുന്നത് ആർക്കാണ്? ഒരു ഉറൂബായിട്ടുള്ള വ്യക്തികൾക്ക്, അതല്ലെങ്കിൽ രേഖകളില്ലാത്ത വ്യക്തികൾക്ക്. നമ്മൾ ഇവിടെ ഉണ്ട്, കഫീൽ മരണപ്പെട്ട് ഉത്തരവാദി ഇല്ലാത്ത ആളുകളെ കേസിലൊക്കെ എംബസി നമുക്ക് സഹായിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റി നമ്മളായിരിക്കും. നമ്മളെ വൈഫിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വ്യക്തമായി ഇൻഷുറൻസ് പാക്കേജ് നല്ലതാണ്. ഓക്കെ, നമ്മളെ ഉമ്മ വാപ്പ ആര് വന്നാലും മരണപ്പെട്ടാൽ അത് എംബസി അല്ല, നമ്മളാണ് അതിന്റെ മയ്യത്ത് കയറ്റി അയക്കേണ്ടതും അതിന്റെ വഹിക്കേണ്ടതൊക്കെ. പിന്നീട് ഇൻഷുറൻസ് കമ്പനി സ്പോൺസർക്കാണെങ്കിലും ഫീലാണെങ്കിലും കമ്പനി ആണെങ്കിലും നമുക്കാണെങ്കിലും അത് പേ തരും, നമ്മളെ അക്കൗണ്ടിൽ വരും. ഓക്കെ, സൗദി അറേബ്യയിൽ റിയാദിലും ദമാമിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ചാർജാണ്. അതായത് എംബാമിംഗ് ഫീ വരുന്നത് റിയാദിൽ 6000 റിയാലാണ് വിത്ത് ബോക്സ് അടക്കം. മാത്രമല്ല കാർഗോ കയറ്റി അയക്കുന്ന ചാർജ് 3500 മുതൽ 3800 വരെയാണ്. നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ സൗദി അറേബ്യയിലേക്ക് ഗൾഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജോലി വെക്കേഷൻ എല്ലാം അന്വേഷിക്കും അല്ലേ. നമ്മൾ മരണപ്പെട്ടാലുള്ള ഫീ ആണ് പറഞ്ഞത് കേട്ടോ. ഇന്ന് ഈ സമയം വരെ ഉള്ളത് ഒരാൾ ഇന്ത്യക്കാരൻ മരണപ്പെട്ടാൽ റിയാദിൽ 6000 റിയാലാണ് എംബാമിംഗ് ഫീ, ആ കെമിക്കലും ബോക്സ് അടക്കം. പിന്നെ കാർഗോ 3500 മുതൽ 3800 വരെ, ഏകദേശം 9800, 10000 റിയാലോളം ചെലവാണ് വേണ്ടത്. ദമാമിൽ ഒരു 1000 റിയാലിന്റെ ഡിഫറൻസ് ഉണ്ട്, കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾക്ക് രേഖകൾ ഉണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, കമ്പനിയാണ്, കഫീലാണ്, സ്പോൺസറാണ്. രേഖകളില്ലാത്ത ഉറൂബായിട്ടുള്ള കഫീൽ മരണപ്പെട്ട കേസുകൾ ആളുകൾക്ക് മാത്രമാണ് എംബസിയുടെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുന്നത്. ഈ UAE നിന്നൊക്കെ ഒരുപാട് ആളുകൾ, ജനങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട്. എടോ ചങ്ങായിമാരെ, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത മേഖലയാണല്ലേ. കൂലി മാത്രം ആഗ്രഹിച്ചിട്ട് മയ്യത്ത് പരിപാലനം ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ തളർത്തരുത്, നിങ്ങൾ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. രക്തം കണ്ടാൽ, മയ്യത്ത് കണ്ടാലൊക്കെ തല കറങ്ങുന്ന ഒരുപാട് മസിലുണ്ടായിട്ട് കാര്യമില്ല. ഇതിന് എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. സൗദി അറേബ്യയിലെ റിയാദിലെ കാര്യം എനിക്ക് പറഞ്ഞിട്ടുള്ളത് സിദ്ദീഖ് തൂറാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായാലോ നമുക്ക് ആർക്കൊക്കെയാണ് ഇവിടുന്ന് പൈസ കിട്ടുക എന്നുള്ളത്.